എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഫ്രാങ്കിയും റോബിനും ചോപ്പറും അവർ മൂന്ന് പേരും ഇപ്പോ കപ്പലിലേക്ക് ഓടുകയാണ്. അങ്ങനെ അവർ നല്ല സ്പീഡിൽ ഓടി വരുമ്പോഴായിരിക്കും കപ്പലിലേക്ക് എത്താനുള്ള ഒരു ഷോർട്ട് കട്ട് കാണുക. മുൻപ് ആ ഒരു സ്റ്റെയർ അത് മുഴുവൻ മഞ്ഞു മൂടി കിടന്നുകൊണ്ട് തന്നെ അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. അവർ ആ സ്റ്റെയർ വഴി ഇപ്പൊ വേഗം കപ്പലിലേക്ക് വരും. അപ്പോഴായിരിക്കും അവർ കാണുക കപ്പലിലാണെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല. അവർ കളക്ട് ചെയ്ത് വെച്ചിരുന്ന അവരുടെ കുറച്ച് പണം, ഫുഡ് ഐറ്റംസ്, സാധനങ്ങൾ, അങ്ങനെ എല്ലാം തന്നെ ആ സോംബീസ് അടിച്ചു മാറ്റി. അവരത്രയും നാൾ സൂക്ഷിച്ചതും കപ്പലിലുണ്ടായിരുന്നതുമായിട്ടുള്ള സാധനങ്ങളും ആ സോംബീസ് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ചോപ്പറിനാണെങ്കിൽ ഇപ്പൊ വ്യത്യസ്തമായിട്ട് എന്തോ ഒരു സ്മെല്ല് കിട്ടും. പക്ഷെ അത് എന്ത് സ്മെല്ലാണെന്ന് അവൻ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. ചോപ്പറും ഉസോപ്പും അവർ രണ്ടുപേരും സാഞ്ചിയുടെയും സോറോയുടെയും ലൂഫിയുടെയും ബോഡി അത് അന്വേഷിക്കാൻ തുടങ്ങും. സേഫ് ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും തന്നെ അവരുടെ ബോഡി ഉണ്ടാവും. ലൂഫി, സോറോ, സാഞ്ചി, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇത് ഞങ്ങളാണ് എന്നൊക്കെ നിലവിളിച്ച് അവർ ആ കപ്പലിന്റെ മുക്കും മൂലയിലും അരിച്ചു പെറുക്കുകയാണ്. ഇവിടെ ഫ്രാങ്കിക്കാണെങ്കിൽ കപ്പലിന്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിയില്ല. കാരണം അവരൊരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതെല്ലാം ഓരോ സാധനങ്ങളും ഇളക്കി പറിച്ച് നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ഉസോപ്പ് അവൻ നിലവിളിച്ച് പറയാ, ഓടിവായോ, അവരിവിടെ ഉണ്ട്. ഉസോപ്പ് നമ്മുടെ ആൾക്കാരുടെ ബോഡി അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. ഉടനെ എല്ലാവരും ഓടി അവിടേക്ക് വരും. ഡൈനിങ് ടേബിളിലാണ് അവരെ മൂന്ന് പേരെ ഇരുത്തിയിരിക്കുന്നത്. അവരെ ഇരുത്തിയിരിക്കുന്ന സ്റ്റൈല് കാണുമ്പോൾ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് ചിരിയും വരും. കുറെ കയറൊക്കെ കെട്ടി വമ്പൻ സ്റ്റൈലിലാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഉസോപ്പ് ഓടി വന്ന് ഇപ്പൊ ലൂഫി എഴുന്നേൽപ്പിക്കും. ലൂഫി, ഇത് ഞാനാണ് ഉസോപ്പ്, കണ്ണു തുറക്ക്. പക്ഷെ ഉസോപ്പ് അവൻ പഠിച്ച പണി 18 നോക്കിയിട്ടും അവരാരും എഴുന്നേക്കില്ല. ഫ്രാങ്കി പറയും, ഇവരെ ഞാൻ എഴുന്നേൽപ്പിക്കാം, അതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ആ കപ്പല് പോലും തകർന്നു പോകുന്ന ഫോഴ്സിൽ അവരെ മൂന്ന് പേരെയും തല്ലി തല്ലി കൊല്ലുകയാണ്. പക്ഷെ എന്നിട്ടും ഇവർക്കാണെങ്കിൽ ഒരനക്കം ഉണ്ടാവില്ല. ഫ്രാങ്കിയുടെ ക്ഷമ നശിച്ച് അവന്റെ പീരങ്കി എടുത്ത് അവരെ എയിം ചെയ്യും. ഉടനെ ഉസോപ്പ് പറയും, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ലൂഫി, സോറ, സാഞ്ചി, ഒരു സ്ക്വാഡ്സ്മാൻ മീറ്റോട് കൂടെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഉസോപ്പ് അത് പറയേണ്ട താമസം അവര് മൂന്ന് പേരും ഇപ്പൊ ബോധം വീണ് ചാടി എഴുന്നേക്കും. കട്ട് ചെയ്താ ഇവിടെ ഡിസൈനർ അവനാണെങ്കിൽ ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്ത് അതിലേതോ ഒരെണ്ണം അവളോട് ചേർത്ത് വെച്ച് അത് മാച്ചാണോ നോക്കും. അവൾക്കാണെങ്കിൽ അത് പെർഫെക്റ്റ് മാച്ചാണ്. ഓക്കെ, ഇതാണ് നിന്റെ ബ്രൈഡൽ കോസ്റ്റ്യൂം, നിന്റെ ഡ്രസ്സ് അഴിച്ച് ഞാനിത് ഇടിപ്പിച്ചു തരാൻ പോവാണെന്ന് പറഞ്ഞ് ടൈലർ അവളുടെ ഡ്രസ്സ് അഴിക്കാൻ നോക്കുമ്പോഴായിരിക്കും ചുറ്റുമുള്ള ഫോട്ടോസിൽ നിന്നെല്ലാം സോംബീസ് അവർ കണ്ണും തള്ളി എന്തോ കാഴ്ച കാണാനായി ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുകയാണ്. അത് കണ്ട ടൈലർ ആളുടെ കയ്യിലുള്ള ടേപ്പ് എടുത്ത് അവരെ അറഞ്ചം പുറഞ്ചം തല്ലും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും? ഇത് ഇൻവിസിബിൾ മാന്റെ ഭാര്യയാവാൻ പോകുന്ന പെൺകുട്ടിയാണ്. ഒരു കാരണവശാലും നമ്മളിങ്ങനെ മോശമായിട്ടുള്ള കാര്യമൊന്നും ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്ത ഫ്രാങ്കിയാണെങ്കിൽ അവന്റെ മുഖം പിടിച്ചമർത്തും. ലൂഫി, ഞാനല്ല ഗക്കോ മുറിയ, നിന്റെ ഷാഡോ എടുത്തത് അതാ ഗക്കോ മുറിയാണ്. അവിടേക്ക് പോയി നീ ബഹളം വെക്ക്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ മാത്രമല്ല സോറോയുടെയും സാഞ്ചിയുടെയും അങ്ങനെ നിങ്ങളുടെ മൂന്ന് പേരുടെയും ഷാഡോസ് അവര് മോഷ്ടിച്ചു കഴിഞ്ഞു. സോറോയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺഫ്യൂഷൻ ആവും. അവൻ ക്യാഷ്വലായിട്ട് താഴേക്ക് നോക്കും, അവന്റെ ഷാഡോ അത് കാണാനില്ല. ഇവിടെ ലൂഫി അവൻ ഭയങ്കര ടെൻഷനായിട്ട് പറയും, നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒന്നും ഇവിടെ കാണാനില്ല. ഈ പുതിയ കപ്പല് അതാരാ ഇങ്ങനെ തകർത്ത് കളഞ്ഞത്? അതിന് ഫ്രാങ്കി പറയും, അതെല്ലാം ആ സോംബികൾ തന്നെയാണ്. ലൂഫി ആണെങ്കിൽ കൈ കിട്ടിയ ഫുഡ് അതൊന്നും വിടാതെ മുഴുവനായിട്ടും എടുത്ത് കഴിക്കും. സോറോയ്ക്ക് ഇപ്പോഴും നടന്ന കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അവന്റെ തലയിൽ ആഞ്ഞടിക്കും. ഞാനൊരു അല്പം കൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. സോറയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ മുഴുവൻ നോക്കും. അതിനുശേഷം ഫ്രാങ്കിയോട് ചോദിക്കും, നാമി അവളെവിടെ? അത് കേട്ട് നമ്മുടെ ആൾക്കാര് അവര് തല താഴ്ത്തി നിൽക്കും. സാഞ്ചി ഓടി വന്ന്, നിങ്ങൾ അവളെ അവർക്ക് വിട്ടുകൊടുത്തു അല്ലേ? എങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞു? ഈ ലോകം തന്നെ നശിച്ചാലും അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവളെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നില്ലേ? പക്ഷെ എന്നിട്ടും നിങ്ങളത് ചെയ്തില്ല അല്ലേ എന്ന് പറഞ്ഞ് അവനിപ്പോ ഒരുപാട് ദേഷ്യപ്പെടും. നിങ്ങൾ ആര് വന്നില്ലെങ്കിലും അവൾക്ക് വേണ്ടി ഞാൻ പോകുന്നു പറഞ്ഞ് സാഞ്ചി ആണെങ്കിൽ അവളെ തിരികെ പിടിക്കാൻ പോവാൻ തയ്യാറാവും. ഉടനെ ഉസോപ്പ് പറയും, നീ ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്ക്, അതിനുശേഷം നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഉടനെ അവരെല്ലാവരും ഇപ്പൊ ഉസോപ്പ് പറയുന്ന കാര്യങ്ങൾ അത് കേട്ടിരിക്കും. അപ്പൊ ലോങ് ഷോട്ടിലായി ആ ഹിൽഡൻ വവ്വാല് ആണെങ്കിൽ ഉസോപ്പ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അങ്ങനെ നിൽക്കുകയാണ്. സാഞ്ചി ആണെങ്കിൽ നിലവിളിക്കും, നോ, ഒരു കാരണവശാലും ആ ഇൻവിസിബിൾ മാൻ നാമിയെ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അതുപോലെ തന്നെ ലൂഫി അവനെ കൊണ്ടാണെങ്കിൽ അവന്റെ ഷാഡോ അത് 900 എന്ന് പേരുള്ള ഒരു ജയന്റിന്റെ ബോഡിയിലേക്ക് പോയെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ലൂഫിക്കാണെങ്കിൽ അപ്പോഴായിരിക്കും ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക.
നമ്മുടെ ഷാഡോസ് ഉള്ള ബോഡിക്ക് നമ്മുടെ നേച്ചർ ഉണ്ടാവുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ സോറോയുടെ ഷാഡോ ഉള്ള ആ ഒരു സോംബിയെ കണ്ടിരുന്നു. അവനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ അവന്റെ അരക്കെട്ടില് വലിയൊരു അണ്ടാവൊക്കെ കമത്തി ഇവനെ പോലെ തന്നെ 3 സ്ക്വാഡൊക്കെ പിടിച്ചാണ് അവൻ നിൽക്കുന്നത്. ഉടനെ സോറോ പറയും, അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല, അണ്ടാവ് കമഴ്ത്തിയ എന്റെ സോംബി, അതുപോലെ തന്നെ 900 എന്ന് പേരുള്ള ആ ഭീമൻ ജയന്റിന്റെ ബോഡിയിലുള്ള ലൂഫിയുടെ ഷാഡോ, പട്ടിക്കുട്ടി പെൻഗ്വിന്റെ ബോഡിയിലുള്ള സാഞ്ചിയുടെ ഷാഡോ, ഇത് മൂന്നും നമുക്ക് തിരികെ എടുക്കണം. ബ്രൂക്ക് പറഞ്ഞ പോലെ തന്നെ ഉപ്പെടുത്ത് അവറ്റകളുടെ വായിലിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അവൻ 5 വർഷമായി അവന്റെ ഷാഡോയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവനാണ് ഈ ഒരു ഡ്രോബാക്ക് അത് മനസ്സിലാക്കിയെടുത്തത്. നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് അതവൻ നമ്മളോടും ഷെയർ ചെയ്തു. ഇത് കേട്ട് ലൂഫി അവന് ഭയങ്കര ആശ്വാസമാവും. നിങ്ങൾ ബ്രൂക്കിനെ കണ്ടോ? അവൻ എവിടെയുണ്ട്? റോബിൻ പറയും, അവനും ആ മാൻഷനിൽ തന്നെയുണ്ട്, അവന്റെ ഷാഡോയ്ക്ക് വേണ്ടിയുള്ള ഫൈറ്റിലാണ് അവൻ. ഫ്രാങ്കിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് കുറ്റബോധം തോന്നും. കാരണം ബ്രൂക്ക് ആദ്യം കപ്പലിലേക്ക് വന്നപ്പോ തന്നെ ഫ്രാങ്കിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നീടാണ് ബ്രൂക്കിന്റെ യഥാർത്ഥ സ്വഭാവവും അവന്റെ സ്ട്രെങ്ത്തും എന്താണെന്ന് ഫ്രാങ്കിക്ക് മനസ്സിലായത്. മാത്രമല്ല അവന്റെ ബാക്ക് ബോൺ അത് അയൺ ബാക്ക് ബോൺ ആണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ബാക്കിൽ ഫ്രാങ്കി ചോദിക്കും, ഓക്കെ, അവസാനമായിട്ട് ഒരു ചോദ്യം, നിനക്ക് വീണ്ടും നിന്റെ ഷാഡോ തിരികെ കിട്ടി, നീ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ എന്ന് നിനക്കറിയോ? എല്ലാവരും നിന്നെ കളിയാക്കും, അകറ്റി നിർത്തും. നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഷാഡോ തിരികെ പിടിച്ച് ഈ ഒരു ഡെവിൾ സീൽ നിന്ന് പുറത്തു പോകണം എന്നല്ലേ? അങ്ങനെ പുറത്തേക്ക് വന്നാലും സാധാരണ ജനങ്ങള് ഒരിക്കലും നിന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അതിന് റോബിൻ അവൾ ടെൻഷനായിട്ട് പറയും, ഫ്രാങ്കി നീ എന്തായി പറയണേ? അവനോട് ഒരു കാരണവശാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പറയും, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പണ്ടേ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നീ ഓരോ തവണ എന്നോട് സംസാരിക്കുമ്പോഴും നിന്റെ കോൺഫിഡൻസ് അത് കൂടുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നീ ആക്ച്വലി ഇതൊക്കെ ചെയ്യുന്നത് നിന്റെ ക്രൂമേറ്റ്സിന് കൊടുത്ത വാക്ക് അത് പാലിക്കാൻ തന്നെയാണോ? ആക്ച്വലി അതാണ് എനിക്ക് അറിയേണ്ടത്. അതിന് ബ്രൂക്ക് അവൻ പറയും, നല്ല ക്വസ്റ്റ്യൻ. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ ക്രൂവായിട്ട് കടലില് അലഞ്ഞു നടക്കുന്ന സമയം ഞങ്ങളുടെ ക്രൂവിലുള്ള ഒരാളെ മാത്രം ഒരു പ്രത്യേക സ്ഥലത്ത് ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അന്ന് ഞങ്ങള് അവന് വാക്ക് കൊടുത്തു, തീർച്ചയായിട്ടും ഞങ്ങൾ തിരികെ എത്തി അവനെ കൂടെ കൂട്ടുവെന്ന്. പക്ഷെ എന്താ, ഞങ്ങൾ ഈ ഡെവിൾ സീൽ പെട്ടുപോയതിൽ പിന്നെ ഓരോരുത്തരായിട്ട് മരണപ്പെട്ടു. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു മെമ്പർ ഞാൻ മാത്രമാണ്. സോ എനിക്ക് ആ വാക്ക് പാലിച്ചേ പറ്റൂ. അവനെ വിട്ടിട്ട് വന്നിട്ട് ഇപ്പൊ 50 വർഷം കഴിഞ്ഞു. ഫ്രാങ്കി ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. 50 വർഷമോ? ഇത്രയും കാലവും അവനവിടെ ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഞാൻ പോലും 50 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ചിട്ട് പോലും ഇല്ല. അതിന് ബ്രൂക്ക് അവൻ ടെൻഷനാവും. അവനവിടെ ജീവിച്ചിരിപ്പില്ലെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. തനിച്ച് ജീവിക്കുന്ന കാര്യം അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിനക്കറിയോ? ആരോട് സംസാരിക്കാതെ, ഞങ്ങൾ ആരും ഇല്ലാതെ അവൻ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കായിരിക്കും. എന്ത് വില കൊടുത്തും എനിക്ക് അവിടേക്ക് തിരികെ പോകണം. അവന്റെ പേര് ലാക്കു എന്നാണ്. അവൻ മറ്റാരുമല്ല, ഒരു തിമിംഗലമാണ്. ഞങ്ങളുടെ ട്രാവല് അത് ഭയങ്കര ഡേഞ്ചർ ആണ് എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവനെ അവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് പോവേണ്ടി വന്നത്. ഈ ഒരു തിമിംഗലത്തിന് കൂട്ടുകാർക്ക് ഓർമ്മയില്ലേ? റിവേഴ്സ് മൗണ്ടെയിനിൽ വെച്ച് നമ്മൾ കണ്ട അതേ തിമിംഗലം. ബ്രൂക്ക് ആണെങ്കിൽ വീണ്ടും പറയും, ഞങ്ങൾക്കതിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ തന്നെ അത് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 50 വർഷമായി കാണാനുള്ള പോരാട്ടത്തിലാണ് ഞാൻ. എങ്ങനെയെങ്കിലും എനിക്ക് തിരികെ പോയി അതിനെ വീണ്ടെടുക്കണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഫ്രാങ്കി ആണെങ്കിൽ ആ സ്റ്റോറി എല്ലാം പറഞ്ഞ് കരയാണ്. ലൂഫിക്കാണെങ്കിൽ ആ തിമിംഗലത്തിന്റെ പേര് അത് കേൾക്കുമ്പോ തന്നെ പിടികിട്ടും അതേത് തിമിംഗലമാണെന്ന്. ലൂഫി ഒരു സെക്കൻഡ് റിവേഴ്സ് മൗണ്ടെയിൻ വഴി വന്നത്, ആ വെയിലിനെ കണ്ടത്, അതുമായിട്ട് ഫൈറ്റ് ഇട്ടത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർക്കാൻ തുടങ്ങും. അവസാനം ലൂഫിയുമായിട്ട് അത് കട്ട കമ്പനി ആയത്, അതിന്റെ തലയില് ലൂഫി പൈററ്റ് മാർക്ക് അടിച്ച് ഇത് തിരികെ എടുക്കാൻ ഞാൻ തിരികെ എത്തുമെന്ന് പറഞ്ഞത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൂഫി ഓർത്തെടുക്കും. ലൂഫി പറയും, എനിക്ക് ആ തിമിംഗലത്തെ നന്നായിട്ട് അറിയാം. അത് കേട്ട് ബാക്കിയുള്ളവരെല്ലാവരും ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.